പറഞ്ഞ് കളിക്കും. നീ അനു എന്താ അമ്മേ? അമ്മയുടെ ഒരു കാര്യം. എന്താ അമ്മയെ വിളിക്കുന്നത്? എന്തിനാ വിളിക്കുന്നതെന്നോ? നീ എന്തെടുക്കുവാ മതിയില്? കയ്യിലൊക്കെ അഴുക്കായത് കണ്ടോ നീ? പോയി കൈ കഴുകിക്കേ. കയ്യിൽ അഴുക്കായി കഴിഞ്ഞാൽ തിന്നുന്ന സമയത്ത് അത് വായിനുള്ളിൽ കൂടെ പോവില്ലേ? പോയി കൈ കഴിക്കേ. നീ കയ്യിലാകെ ചളിയാ കുട്ടിയുടെ. പറഞ്ഞൊരു വാക്ക് അനുസരിക്കില്ല. ശരി അമ്മ, എന്നാൽ നാളെ കൈ കഴുകിയിട്ട് വരാം, പൈപ്പിൻ്റെ അവിടെ പോയിട്ട്. ശരി, വേമ്പോ ആ പേരും പറഞ്ഞിട്ട് വെള്ളം തീർക്കരുത് കേട്ടോ. ഇല്ല, ഞാൻ തീർക്കില്ല, സത്യം. അമ്മ പറഞ്ഞത് എന്തായാലും കൈ കഴുകിയേക്കാം. കൈ വൃത്തിയായിട്ടുണ്ട്. ഇനി പോകാം. അമ്മ, ഞാൻ കൈ കഴുകി, നല്ല വൃത്തിയായിട്ട് കൈ കഴുകി. നീട്ടിക്ക് ഇങ്ങനെ വേണം കേട്ടോ. ഇനി ചളി കളിക്കാതെ അകത്ത് പോയി പഠിച്ചേ. ശരി അമ്മ, ഞാൻ നാളെ പോയി പഠിക്കട്ടെ. അവൻ അടിച്ചു പഠിക്കണം. അതെന്താ ഒഴുകി വരുന്ന? അയ്യോ, ആരും വെള്ളം തുറന്നിട്ടത്? പഠിച്ചോനി, ആ കുട്ടി കൈ കഴുകിയിട്ട് വെള്ളം തുറന്നിട്ട് പോയിരിക്കണം. വെള്ളം അങ്ങനെ വേസ്റ്റായി. ആ കുട്ടി എന്നെ കാണിച്ചു. അന്നൂസേ, ഇന്ന് വന്നേ. അന്നു, പെണ്ണ് എവിടെ പോയി? അന്നൂസേ, എന്തിനാ അമ്മ വിളിച്ചത്? ഞാൻ അവിടെ ഇരുന്ന് മലയാളം വായിക്കേനി. എന്തിനാ അമ്മ വിളിച്ചത്? ഞാൻ കൈ കഴുകി കാണിച്ചു തന്നതാണല്ലോ. നീ കൈയൊക്കെ കഴുകിയത് ഞാൻ കണ്ടു. എന്നിട്ട് നീ വെള്ളം തുറന്നിട്ട് വന്നല്ലേ? വെള്ളം നീ ഒഴുകിയത് അവിടെ നിറഞ്ഞു കിടക്കണം. ഞാനിപ്പോൾ ഒഴുകി വരണത് കണ്ടു പോയി നോക്കിയിരുന്നു. ഇനി നീ വെള്ളം തുറന്നിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതിനമ്മ, നമ്മളെ കിണറ്റിൽ കുറേ വെള്ളം ഉണ്ടല്ലോ. ഇനിയും അതിൽ വെള്ളം ഉണ്ടല്ലോ. അത് പോയാലും നമുക്ക് അതൊന്ന് എടുക്കാലോ. എൻ്റെ മോളെ, വെള്ളം കിട്ടാതെ ഈ ലോകത്ത് കുറേ ആൾക്കാർ അലഞ്ഞു നടക്കുന്നുണ്ട്. അപ്പം നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. അത്രയും വെള്ളമൊക്കെ നമുക്കുണ്ട്. പക്ഷേ മറ്റുള്ളവരുടെ വേദനയും കൂടി അറിഞ്ഞാൽ വേണം പ്രവർത്തിക്കാൻ കേട്ടോ. ഇനി ഒരിക്കലും വെള്ളമോ ഭക്ഷണമോ ഒന്നും നമ്മൾ പാഴാക്കാൻ പാടില്ല. അത് കിട്ടാത്ത എത്രയോ പേര് ലോകത്തുണ്ട്. മോളത് ചിന്തിക്കണം കേട്ടോ. ഇനി